ഡൽഹിയെ നടുക്കിയ സ്ഫോടനത്തിന് ഫരീദാബാദിലെ ഭീകര സംഘടനകളുമായി ബന്ധം സംശയിക്കുന്നു. ചെങ്കോട്ട സ്ഫോടനത്തിന് ഉപയോഗിച്ച കാർ ഓടിച്ചത് ഉമർ മുഹമ്മദ് എന്ന സൂചനകൾ ഉണ്ടെന്നാണ് മാധ്യമങ്ങൾ പുറത്തുവിടുന്നത്. ഫരീദാബാദ് ഭീകരാക്രമണത്തിൽ പോലീസ് തിരയുന്ന വ്യക്തിയാണ് ഇയാളെന്നാണ് ഡൽഹി പോലീസ് വൃത്തങ്ങൾ നൽകുന്ന വിവരം. ഭീകരവാദിയായ ഉമർ മുഹമ്മദാണ് കാർ ഓടിച്ചത്. ചെങ്കോട്ടയിൽ എത്തിയെന്നാണ് സംശയിക്കുന്നത്. സ്ഫോടനം നടന്ന i20 കാറിൽ നിന്ന് കണ്ടെത്തിയ മൃതദേഹം ഇയാളുടേതാണെന്ന് തിരിച്ചറിയാൻ DNA പരിശോധന നടത്തും. കറുത്ത മാസ്ക് ഇട്ടയാൾ റെഡ് ഫോർട്ടിലെ പാർക്കിംഗ് ഗ്രൗണ്ടിൽ നിന്ന് കാറുമായി പുറത്തേക്ക് ഇറങ്ങുന്ന ദൃശ്യങ്ങൾ ദേശീയ മാധ്യമങ്ങൾ പുറത്തുവിട്ടിരുന്നു. ഇത് ഉമർ മുഹമ്മദ് ആണെന്ന കാര്യമടക്കമാണ് പോലീസ് പരിശോധിക്കുന്നത്. മാസ്ക് ധരിച്ച ഒരാൾ ഓടി കാറിൽ കയറുന്നതും ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. കാർ ചെങ്കോട്ടയ്ക്ക് മുന്നിൽ 3 മണിക്കൂർ നിർത്തിയിട്ടിരുന്നു. ഉന്നമിട്ടത് തിരക്കേറിയ ചാന്ദിനി ചൗക്ക് മാർക്കറ്റാണെന്നാണ് സൂചന. സ്ഫോടനം നടന്ന സ്ഥലത്തെ CCTV ദൃശ്യങ്ങൾ ശേഖരിച്ച അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ് പോലീസ്. കാറിന്റെ ഇപ്പോഴത്തെ ഉടമസ്ഥൻ പുൽവാമ സ്വദേശി ദാരിഖ് ആണെന്നാണ് പുറത്തുവരുന്ന വിവരം. നടന്നത് ചാവേർ ആക്രമണമാണെന്നും സൂചനകളുണ്ട്. സ്ഫോടനത്തിലെ കാരണം ഉഗ്രശേഷിയുള്ള സ്ഫോടക വസ്തുക്കളെന്നും വിവരമുണ്ട്. കാറിന്റെ CCTV ദൃശ്യങ്ങൾ ശേഖരിച്ചു. കാർ പാർക്കിങ്ങിലെത്തിയത് വൈകിട്ട് 6:48-ന്. ആ പാർക്കിങ്ങിൽ നിന്ന് വാഹനം പുറപ്പെട്ടു. സ്ഫോടനം നടന്നത് 4 മിനിറ്റ് ശേഷം 6:52-നാണ്. ആദ്യ റെഡ് ഫോർട്ട് ഏരിയയിൽ കശ്മീർ ഗേറ്റ്, സുനഗരി മസ്ജിദിന് സമീപം എന്നിവിടങ്ങളിൽ കാറിന്റെ ദൃശ്യങ്ങൾ വ്യക്തമാണ്. സംഭവത്തിൽ UAPA ചുമത്തി പോലീസ് കേസെടുത്തു. മാത്രമല്ല, ഏറ്റവും പ്രധാനപ്പെട്ട ഞെട്ടിപ്പിക്കുന്ന വിവരം ഇത് കൃത്യമായി തന്നെ പ്ലാൻ ചെയ്ത് നടത്തിയ ഒരു അറ്റാക്ക് ആണെന്നാണ്. എല്ലാവർക്കും കൃത്യമായി അറിയാം. മാത്രമല്ല, ഇതിന് ജൈവായുധവുമായി ഇതിനെ ഉപയോഗിച്ചോ ജൈവ സ്ഫോടന വസ്തുക്കൾ അടക്കമുള്ള ഉപയോഗിച്ചിരുന്നോ എന്നതടക്കം ഭയപ്പെടുത്തുന്ന ചില പഠനങ്ങൾ പുറത്തുവരികയാണ്. സെക്ഷൻ 16, 18 വകുപ്പുകൾ പ്രകാരമാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. പൊട്ടിത്തെറിച്ച കാർ ചെങ്കോട്ടയ്ക്ക് മുന്നിൽ 3 മണിക്കൂർ നിർത്തിയിട്ടതും ആർക്കും സംശയം തോന്നിയില്ലല്ലോ എന്നാണ് ഭയപ്പെടുത്തുന്ന കാര്യം. തിരക്കേറിയ സ്ഥലത്ത് സ്ഫോടനം നടത്താനായി ഇവർ പദ്ധതിയിട്ടിരുന്നു. മാർക്കറ്റിന് സമീപത്തേക്ക് കാർ കയറ്റാനുള്ള ശ്രമം പരാജയപ്പെട്ടത് ട്രാഫിക് സിഗ്നൽ കാരണം വണ്ടി നിർത്തേണ്ടി വന്നതോടുകൂടിയാണ്. അതേസമയം സാമ്പിളുകളുടെ പരിശോധനയ്ക്ക് ശേഷം മാത്രമേ എന്താണ് സ്ഫോടന കാരണമെന്ന് മനസ്സിലാക്കാൻ കഴിയൂ എന്നാണ് കേന്ദ്ര സർക്കാർ പറയുന്നത്. സ്ഫോടനത്തിന്റെ 8 പേർക്കാണ് ജീവൻ നഷ്ടമായത്. 20-ലധികം പേർ ആശുപത്രി ചികിത്സയിലാണ്. സ്ഫോടനത്തിൽ കാർ ഉടമയെ കസ്റ്റഡിയിലെടുത്തിരുന്നു. പൊട്ടിത്തെറിച്ച ഹുണ്ടായി i20 കാറിന്റെ ഉടമയായ സൽമാൻ എന്നയാളാണ് കസ്റ്റഡിയിലെടുത്തത്. ഇയാൾ രേഖകൾ കാണിച്ചതിനെ തുടർന്ന് വിട്ടയച്ചു എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. ഇന്നലെ വൈകിട്ട് 6:55 കൂടിയായിരുന്നു ഡൽഹി ചെങ്കോട്ടയിൽ വൻ സ്ഫോടനമുണ്ടായത്. ലാൽകില മെട്രോ സ്റ്റേഷന് മുന്നിലെ ട്രാഫിക് സിഗ്നലിന് മുന്നിലേക്ക് വേഗം കുറച്ചെത്തിയ ഹുണ്ടായി i20 കാർ പെടുന്നനെ പൊട്ടിത്തെറിക്കുകയായിരുന്നു. സമീപത്തുണ്ടായിരുന്ന കാറുകൾ, ഓട്ടോറിക്ഷകൾ, സൈക്കിൾ റിക്ഷകൾ എല്ലാം പൊട്ടിത്തെറിക്കുകയായിരുന്നു. ഒരു തീഗോളം ആകാശത്തേക്ക് ഉയർന്നെന്നും 1 കിലോമീറ്റർ അകലെ വരെ സ്ഫോടനത്തിന്റെ പ്രകമ്പനമുണ്ടെന്നും ദൃക്സാക്ഷികൾ പറയുന്നു. ജമ്മു കശ്മീർ, ഹരിയാന, ഉത്തർപ്രദേശ് സംസ്ഥാനങ്ങളിൽ നിന്നായി തീവ്രവാദ ശൃംഖലയെ 3 ഡോക്ടർമാരടക്കം 8 പേർ അറസ്റ്റിലായിരുന്നു. പിന്നാലെയാണ് സ്ഫോടനം എന്ന ഭീകര സംഘടനയുടെ പങ്കും അന്വേഷിക്കുന്നു. അറസ്റ്റിലായവരിൽ നിന്ന് 29,000 കിലോ സ്ഫോടക വസ്തുക്കൾ പിടിച്ചെടുത്തു. ഇതിൽ 360 കിലോഗ്രാം RDX ആണ്. ജെയ്ഷെ മുഹമ്മദ്, അൻസാർ ഖസ്, വാദ് ഉൽ ഹിന്ദ് എന്നീ തീവ്രവാദ സംഘടനകളിലെ പ്രവർത്തകരാണ് പിടിയിലായത്. ആഭ്യന്തരമന്ത്രി അമിത്ഷാ സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ യോഗം വിളിച്ചിട്ടുണ്ട്. വൈകുന്നേരം ഏറെ തിരക്കുള്ള സമയത്തായിരുന്നു സ്ഫോടനം. അടുത്ത് സ്ഥിതി ചെയ്യുന്ന ചെങ്കോട്ടയും ഡൽഹിയിലെ ജമാമ മസ്ജിദും സന്ദർശിക്കാൻ എത്തുന്നവരുടെ തിരക്ക് അനുഭവപ്പെടുന്നത് വൈകുന്നേരങ്ങളിലായതിനാൽ തന്നെ ഈ സമയം നോക്കി ആസൂത്രിതമായി നടത്തിയ സ്ഫോടനമെന്നാണ് പോലീസിന്റെ നിഗമനം. കാറിനകത്ത് എത്ര പേർ ഉണ്ടായിരുന്നു എന്ന് വ്യക്തമല്ല. സ്ഫോടന ശബ്ദം 30 സെക്കൻഡോളം നീണ്ടുനിന്നു. തീയണയ്ക്കാൻ അരമണിക്കൂറിലേറെ വേണ്ടിവന്നതായി ഫയർ ആൻഡ് റെസ്ക്യൂ വൃത്തങ്ങൾ അറിയിച്ചു. ചെങ്കോട്ടയ്ക്ക് സമീപത്തെ സ്ഫോടനത്തിന് പിന്നാലെ സംശയം നീളുന്ന അറസ്റ്റിലായ 2 കശ്മീരി ഡോക്ടർമാർക്ക് നേരെ തന്നെയാണ്. ഇവരെ അന്വേഷണ ഏജൻസികൾ ചോദ്യം ചെയ്തു വരികയെന്നാണ് വിവരം. ഡോക്ടർമാർക്ക് നിരോധിത സംഘടനകളുമായി ബന്ധമുണ്ടെന്ന് സ്ഥിരീകരിച്ച് അറസ്റ്റ് ചെയ്തതിന് പിന്നാലെ വൈകിട്ടോടെ 50 കിലോമീറ്റർ അപ്പുറത്ത് രാജ്യതലസ്ഥാനത്ത് സ്ഫോടനം നടന്നു. സ്ഫോടനത്തിൽ ഭീകരബന്ധം ഉറപ്പിച്ചാണ് അന്വേഷണം പുരോഗമിക്കുന്നത്. സ്ഫോടനമുണ്ടായ i20 കാറിൽ നിന്നുണ്ടായിരുന്ന 3 പേരും കൊല്ലപ്പെട്ടതായാണ് വിവരം. ഇതോടെ ചാവേർ ആക്രമണ ചെങ്കോട്ടയിലെന്ന് ഏതാണ്ട് ഉറപ്പിക്കാവുന്ന മട്ടാണ്. ചെങ്കോട്ട സ്ഫോടനത്തിന് ഉപയോഗിച്ചത് പുൽവാമയിലെ താരിഫ് എന്നയാളുടെ കാറാണ്. പലരിൽ നിന്ന് കൈമറിഞ്ഞ് കാർ നിലവിലുണ്ടായിരുന്ന ഉമർ മുഹമ്മദ് എന്നയാളുടെ പക്കലെത്തി. ഇന്നലെ ഹരിയാന, ഫരീദാബാദ് അടക്കം ജമ്മു കശ്മീർ പോലീസ് അറസ്റ്റ് ചെയ്ത ഡോക്ടർ ഉൾപ്പെടെ ഭീകര സംഘടനത്തിലെ അംഗങ്ങളാണ് ഈ ഉമർ മുഹമ്മദും
എന്നാണ് വിവരം. ജെയ്ഷെ മുഹമ്മദുമായി ബന്ധമുള്ള ഡോക്ടർമാർ അടക്കം 8 പേരാണ് ഇന്നലെ പിടിയിലായത്. ഉമർ മുഹമ്മദും ജെയ്ഷെ മുഹമ്മദിലെ അംഗങ്ങളാണെന്നാണ് റിപ്പോർട്ട്. ഉമറും ചെങ്കോട്ട സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടു എന്ന് സംശയിക്കുന്നുണ്ട്. സംഭവത്തെ തുടർന്ന് ഡൽഹി നഗരത്തിൽ അതീവ ജാഗ്രത പ്രഖ്യാപിച്ചു കഴിഞ്ഞു. സ്ഫോടനമുണ്ടായ ഉടൻ പോലീസും 24ഓളം അഗ്നിരക്ഷാ വാഹനങ്ങളും സംഭവസ്ഥലത്തേക്ക് കുതിച്ചെത്തി. ഭീകരവാദ വിരുദ്ധ സ്ക്വാഡും ഡൽഹി പോലീസിന്റെ സ്പെഷ്യൽ സെല്ലും സംഭവസ്ഥലത്തെ സ്ഥിതിഗതികൾ വിലയിരുത്തി. കാറുകൾ കത്തി അമരുന്ന വീഡിയോ ദൃശ്യങ്ങൾ സംഭവത്തിന്റെ ഭീകരത പ്രകടമാണ്. സംഭവം നടന്നതിന് 100 മീറ്റർ താഴെയാണ് ഗൗരി ശങ്കർ ക്ഷേത്രം. അതിന് സമീപത്ത് തന്നെയാണ് സിഖുകാരുടെ ഗുരുദ്വാരയും പുരാതനമായ ചാന്ദിനി ചൗക്ക് ബസാർ സ്ഥിതി ചെയ്യുന്നത്. സംഭവം നടന്ന മെട്രോ സ്റ്റേഷൻ 1-ാം ഗേറ്റിന് തൊട്ടടുത്തായാണ് ചെങ്കോട്ട മൈതാനത്തിന് സിഖുകാരുടെ വൻ പ്രദർശനമേളയ്ക്കായി പന്തലൊരുക്കൽ പണികൾ നടന്നുവരുന്നത്. ഭീകരപ്രവർത്തനങ്ങൾക്കായി കെമിക്കൽ ബോംബ് തയ്യാറാക്കുകയായിരുന്നു എന്ന ഭീകരരെ ഞായറാഴ്ചയാണ് ഗുജറാത്ത് ഭീകരവാദ സ്ക്വാഡിന്റെ യൂണിറ്റ് അറസ്റ്റ് ചെയ്തത്. ഭീകരിൽ ഒരാൾ ചൈനയിൽ MBBS ബിരുദം നേടിയാണ്. രാജ്യത്തെ ഭീതിയിലാഴ്ത്താൻ ഭീകരർ എന്ത് കെമിക്കൽ ബോംബ് നിർമ്മിക്കാൻ പദ്ധതിയിട്ടു എന്ന ചോദ്യം ഇതോടെ ഉയർന്നു വന്നു. മുഹമ്മദ് മുഹിയാദ്ദീൻ, സാദിദ് ആസാദ്, സുലൈമാൻ, ഷെയ്ഖ് മുഹമ്മദ് ഹുസൈൻ, മുഹമ്മദ് സലീം എന്നിവരായിരുന്നു ഭീകരർ. അഹമ്മദ് മുഖയൂദ് സൈദ ചൈനയിൽ നിന്ന് MBBS ബിരുദം നേടിയവരാണ്. ഇത് ഏത് തരത്തിലുള്ള രാസവിഷമാണ് തീവ്രവാദത്തിന് തയ്യാറാക്കിയതെന്നാണ് ഉയർന്ന ചോദ്യം. അന്താരാഷ്ട്ര തലത്തിൽ ഏറ്റവും മാരകമായ രാസായുധമായി കാണുന്ന റൈസൻ എന്ന മാരക രാസവിഷമാണ് ഭീകരർ തയ്യാറാക്കിയിരുന്നത്. സയ്യിദിൻ തന്റെ രാസപരിജ്ഞാനം ഉപയോഗിച്ച് റൈസൻ തയ്യാറാക്കുന്ന പ്രക്രിയ ആരംഭിച്ചതായി പ്രാഥമിക അന്വേഷണത്തിൽ വ്യക്തമായിട്ടുണ്ട്. റൈസൻ വളരെ മാരകമായതിനാൽ തന്നെ ഒരാളെ കൊല്ലാൻ വെറും 1.78 മില്ലിഗ്രാം മതി. ശ്വസിക്കുന്നയാളോ കുത്തിവെക്കുന്നയാളോ വിഴുങ്ങുന്നയാളോ 48 മുതൽ 72 മണിക്കൂറിനുള്ളിൽ തന്നെ മാരകമായി മരണപ്പെടും. തുടർന്ന് മരണം സംഭവിക്കുക തന്നെ ചെയ്യും. ഇതുവരെ ഒരു മറുമരുന്നോ ചികിത്സയോ വെച്ചുവിട്ടിട്ടില്ലാത്ത ഒരു രാസായുധമാണ് ഇത്. ആവണക്കണ്ടിയിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്ന വളരെ വിഷാംശമുള്ള ഒരു പോട്രീനെയാണ് റസിൻ കെമിക്കൽ വെപ്പൺ കൺവെൻസേഷൻ ഷെഡ്യൂൾ 1-ൽ ഇത് പട്ടികപ്പെടുത്തിയിട്ടുണ്ട്. ഏറ്റവും മാരകമായ രാസായുധങ്ങളിൽ ഒന്നാണിത്. ഒരാളെ കൊല്ലാൻ 1.78 മില്ലിഗ്രാം റൈസിൽ മതിയാകും. ശ്വസനം, കുത്തിവയ്പ് അല്ലെങ്കിൽ വിഴുങ്ങൽ എന്നിവയിലൂടെ ശരീരത്തിൽ പ്രവേശിച്ചാൽ 48 മുതൽ 72 മണിക്കൂറിനുള്ളിൽ ഇത് മാരകമായ ഫലങ്ങളിൽ കാണപ്പെടുന്നു. ഇതുവരെ ഒരു മറുമരുന്നോ ചികിത്സയോ വികസിപ്പിച്ചിട്ടില്ല. അന്താരാഷ്ട്ര സംഘടനയോ OPCW ഓർഗനൈസേഷൻ ഫോർ ദി പ്രൊഹിബിഷൻ ഓഫ് കെമിക്കൽ വെപ്പൺസ് പ്രകാരം ചൂടും വെള്ളവും ഏൽക്കുമ്പോൾ ഈ പദാർത്ഥം ദുർബലമാകുന്നു. ഇത് വലിയ തോതിൽ വ്യാപിക്കുന്നത് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. ATS നടപടിയും പിടിച്ചെടുക്കലുമാണ് നമുക്ക് കഴിഞ്ഞ ദിവസം നടന്നത്. അതൊന്നുകൂടി പരിശോധിക്കാം. പ്രതികളിൽ നിന്ന് ഗുജറാത്ത് ATS റൈസിൽ തയ്യാറാക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളും രാസവസ്തുക്കളും കണ്ടെത്തി. റൈസിൻ തയ്യാറാക്കാനുള്ള പ്രാരംഭ രാസപ്രക്രിയയിൽ പ്രതികൾക്ക് വൈദഗ്ധ്യമുണ്ടായിരുന്നു എന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ പറയുന്നത്. റൈസിൻ എവിടെ എപ്പോൾ ഉപയോഗിക്കാൻ ഉദ്ദേശിച്ചിരുന്നു എന്ന തീവ്രവാദികൾ വ്യക്തമാക്കേണ്ടിയിരിക്കുന്നു. ഈ രാസായുധം ഉപയോഗിച്ചോ എന്നുള്ളതാണ് ഇപ്പോൾ എല്ലാവരെയും ഞെട്ടിപ്പിക്കുന്നത്.